Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് അല്ലെ, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. എല്ലാവരുടെയും കയ്യിൽ കാണാം. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഫസ്റ്റ് ഭാഗം എടുത്തായിരുന്നോ? വായിച്ചു മറന്നുപോയോ? വായിച്ചു നോക്കിയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? വേണ്ടോ? പോയിന്റ്സുകൾ പറഞ്ഞു. പോയിന്റ്സുകൾ പറഞ്ഞു. അതായത് 6th പോയിന്റ് വരെ അല്ലെ, ഹസാർഡ്സ് അല്ലെ, നമ്മളെ ഡിസ്കാന്റെ ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്, അതിന്റെ പോയിന്റ്സുകളാണ് പറഞ്ഞു നിർത്തിയത്. അതല്ല മിസ്സേ, വെറുതെ പോയിന്റ്സ് പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇല്ല. അങ്ങനെ തന്നെയാണോ? അതായത് നമ്മള് ഇവിടെ ശരിക്കും ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ അതിന്റെ പോയിന്റ്സുകൾ പറഞ്ഞു നിർത്തി അല്ലെ? അല്ലെ, അങ്ങനെയല്ലേ? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ സ്റ്റെപ്സ് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അതെ, 6 points ആണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. പിന്നെ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിറ്റത്തെ ക്ലാസ്സിൽ. ഓക്കെ, അതായത് ഇതിന്റെ ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്സ് ആണോ അല്ലെങ്കിൽ 6 ഇവിടെ വരെയാണോ? സ്പില്ലിംഗ് ദ കോഴ്സ് ഓഫ് ദ ട്രാൻസ്പോർട്ട് അവിടെ വരെയാണ്. അതന്നെ. മറ്റേ അസോസിയേറ്റഡ് സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ളതിന്റെ പോയിന്റ്സ് വെറുതെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഇപ്പൊ വേറെ ക്ലാസ്സിലാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സ്പില്ലേജ് വേസ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലെ? എന്താണ് പ്രധാനമായിട്ട് സ്പില്ലേജ് വേസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. പിന്നെ നമ്മൾ കണ്ടു ഏതൊക്കെ രീതിയിൽ ഇൻഫെക്ഷനുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരാം എന്നുള്ള കാര്യങ്ങളുടെ ജസ്റ്റ് സൂചനയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ? അവിടെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു എന്താണ് ഈ സ്പില്ലേജ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നല്ല കെയർ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇൻ കേസ് എന്താണ് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ മുറിവുകളൊക്കെ ആഴത്തിലുള്ളത് വരാനും അതിലൂടെയൊക്കെ എന്താണ് നമ്മുടെ ഇൻഫെക്ഷൻസ് അണുക്കളൊക്കെ കയറി ഇൻ കേസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒപ്പം പേഷ്യൻസിനാണെങ്കിലും പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഞാൻ അതില് അപ്പോ ഫസ്റ്റ് പോയിന്റ് ഇൻഫെക്ഷൻ അല്ലെ, ഇൻഫെക്ഷൻ തുടങ്ങിയ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞതെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Here are some of the risks and hazards associated with the spillage waste. അറിയാം, സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ചില റിസ്കുകൾ, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്താണ് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ വേസ്റ്റ് കൈകാര്യം ചെയ്യണമെങ്കിലാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സംഭവിക്കുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ എപ്പോഴും എല്ലാവർക്കും ആവശ്യമാണ്, അവിടെ എല്ലാവരും പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്ലീൻ അല്ലെ, ടൈഡി ആയിട്ടുള്ള കാര്യങ്ങൾ, കേസ് എന്തെങ്കിലും മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും അപാകതകൾ വന്നു കഴിഞ്ഞാൽ പക്ഷെ എല്ലാവർക്കും അത് പൊല്യൂഷനായിട്ട്, അതായത് എൻവയൺമെന്റിനെയും ബാധിക്കും, അവിടെയുള്ള വർക്കേഴ്സിനെ ബാധിക്കും, ഒപ്പം തന്നെ എന്താണ് പേഷ്യൻസിനെ എല്ലാവരെയും ബാധിക്കാനായിട്ടുള്ള സാധ്യത. ഫസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ ആണ് അല്ലെ, അണുബാധയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് such as HIV, hepatitis B and C and other. അത് ഞാൻ എടുത്തു തന്നെയാണ് ഞാൻ ഓർത്തത്. അതെ, എനിക്ക് ഇവിടെ വരെ ഈ പോയിന്റ്സ് പറഞ്ഞു നിർത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ പോയിന്റ്സ് പറഞ്ഞു നിർത്തി തന്നെ ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ്
ഡെസ്ക് മുഴുവൻ കഴിഞ്ഞു. സോഴ്സ് തൊട്ട് കൊടുക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നവർക്ക് പോരാവുന്ന എന്തായാലും എന്റെ ഒരു പക്ഷേ ഇത് മിസ്റ്റേക്ക് ആയിരിക്കാം, കാരണം 2-3 ക്ലാസ്സിൽ മാറി എടുക്കുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് എടുത്തത് തന്നെയാണോ എന്നുള്ളത് ചോദിച്ചത്. സോഴ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് തുടങ്ങി നമുക്ക് എടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തതാണ് HIV പോലെയുള്ള ഇതിനെ കുറിച്ചിട്ടൊക്കെ അല്ലെ, നമ്മൾ കുറെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റലിൽ എന്താണ് നമുക്കറിയാം, ഇത്തരം വേസ്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് അല്ലെ. അവിടെ തുടങ്ങിയാണ് എടുക്കുന്നത്. എന്താണ് പ്രധാനമായിട്ടും ഓക്കെ അല്ലേ? കൺഫ്യൂഷനൊക്കെ തീർന്നില്ലേ? ഇത് തുടങ്ങിയല്ലേ? ഞാൻ പറഞ്ഞ അവിടെ വരെ തന്നെ എത്തി. അതായത് എന്തോ ക്ലാസ് ആർക്കും മിസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിന്റെ പോയിന്റ്സ് ആണ് ജസ്റ്റ് ഞാൻ എടുത്തത്. കാരണം മോർ എക്സ്പ്ലനേഷൻ താഴേക്ക് വരുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. കാരണം അതിന്റെ ഓരോന്നിന്റെയും ഓക്കെ കൺഫ്യൂഷൻ ആവണ്ട. എന്താണ് ഞാൻ പറഞ്ഞു നിർത്തിയത്? ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലാണ്. ഓക്കെ, അതുവരെയാണ് എടുത്തത്. കാരണം അതിന്റെ എക്സ്പ്ലനേഷൻസ് ഓരോന്നിനെ കുറിച്ചിട്ട് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ താഴേക്ക് വരുന്നത് കൊണ്ട് അത് വരുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള കാര്യത്തിലാണ് ഞാൻ അവിടെ ഷോർട്ടായിട്ട് പറഞ്ഞു നിർത്തിയത്. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? എല്ലാത്തിന്റെയും പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത്. കാരണം അതിനുശേഷം നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വരുന്നത് കൊണ്ട് അതിന്റെ ബാലൻസ് ആ ടൈമിൽ എടുത്തേക്കാവുന്നതാണ്. നമുക്ക് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റിലേക്ക് തന്നെ പോകാം, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. പല സോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഏത് രീതിയിൽ വേസ്റ്റ് വരാനായിട്ടുള്ള സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. പിന്നെ അതില് നമ്മൾക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഈ വേസ്റ്റുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ അല്ലെ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പല പ്രോബ്ലംസ് അതുമായി അല്ലെ, ഒരു സ്ഫോടനങ്ങളോ എൻവയോൺമെന്റിൽ പൊല്യൂഷനൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലീക്കേജ് വേസ്റ്റുകളെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. In hospital as it can have a serious after effect if not managed properly. നമ്മൾ ഇൻ കേസ് നല്ല രീതിയിലല്ല അത് ആ വേസ്റ്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണോ, അതെന്തെങ്കിലും പ്രോബ്ലം സൃഷ്ടിക്കുമോ? നല്ല രീതിയിലല്ല വേസ്റ്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതുമായിട്ട് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നല്ല രീതിയിലുള്ള അതിന്റെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ഉണ്ടാവും അല്ലെ. പലതരത്തിലുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, അത് നല്ല രീതിയിലല്ല എങ്കിലുള്ള കാര്യം നേരത്തെ കൂട്ടി പഠിച്ചു അല്ലെ, ഇൻഫെക്ഷൻ ഒക്കെ വരാമെന്നുള്ളത്. ഇത് തന്നെ അവിടെ എടുത്ത് പറയുന്നത് എന്താണ്, സീരിയസ് ആഫ്റ്റർ എഫക്റ്റ് ലീഫ് നോട്ട് മാനേജ്ഡ് പ്രോപ്പർലി. നല്ല രീതിയിലല്ല അത് കൈകാര്യം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ വേസ്റ്റ് കൈകാര്യം ചെയ്ത് സീരിയസ് ആയിട്ട് എടുത്തില്ല എങ്കിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വശം കൂടിയാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. ഇത് തന്നെയാണ് ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് പ്രധാനപ്പെട്ട അല്ലെ, ഒരു പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് വശമാണ് ലീക്കേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് സ്റ്റെപ്സിലേക്ക് നോക്കാം. എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഇതുമായിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. ടു മാനേജ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ബി ഫോളോഡ്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാനിന് പ്ലേസ്. എന്താണ് പ്രധാനമായിട്ട് ഇങ്ങനെ ലീക്കേജ് വരും ഉള്ളത് കൊണ്ട് തന്നെ പ്രധാനമായിട്ട് അവിടെ എന്താണ്, അവിടെ ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കും അല്ലെ. ആ പ്ലേസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, എന്തെങ്കിലും ആ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പോൺസ് പ്ലാൻ അവിടെ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റൽസ് ഷുഡ് പ്രിപ്പയർ എ പ്ലാൻ
in place for responding to leakages which identify the type of spillage, evaluate the risk, and carry out apt measure to contain and clean up the leakage. അതായത് നമ്മൾ അതിൽ പ്രധാനമായിട്ടും അവിടെ ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. ആ റെസ്പോൺസ് പ്ലാൻ എന്തിനു വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അത് എന്താണ് അല്ലേ, ഒരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ഏത് സ്പില്ലേജ് ആണെന്ന് ആയതിനെ ഐഡന്റിഫൈ ചെയ്യണം. then എന്താണ് അത് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, എത്രത്തോളം അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. ആൻഡ് ക്യാരി ഔട്ട് ആക്ട് മെഷർ ടു കണ്ടെയ്ൻ അല്ലെ, അത് എത്രത്തോളം നമുക്ക് എത്രത്തോളം കൊണ്ട് നമുക്ക് അതിനെ കൈകാര്യം ചെയ്തിരിക്കാം, അതായത് വലിച്ചിരിക്കാൻ പറ്റും. എന്തെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ച് അത്തരത്തിൽ സ്പ്രെഡ് ആയിട്ടുള്ള സ്പില്ലേജിനെ എങ്ങനെയെങ്കിലും വലിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ, അത്തരത്തിലുള്ള മെഷർമെന്റ് എടുക്കേണ്ടതുണ്ട്. ആൻഡ് ക്ലീൻ അപ്പ് ദ ലീക്കേജ്, അതിനുശേഷം അത് ക്ലീൻ ചെയ്യണം. നമുക്ക് അതിനെ അറിയാം അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മെഷർ ചെയ്യും, എന്താണ് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആദ്യം കണ്ടെത്തും, എന്ത് വേസ്റ്റ് ആണ് കണ്ടെത്തും. ഇൻ കേസ് വീട്ടിലാണെങ്കിൽ നമ്മൾ അല്ലെ ഒരു ഗ്ലാസ് പൊട്ടിയാലും നമ്മുടെ അഴുക്ക് വെള്ളം പോയാലും ഒക്കെ എന്താണ് അതിൽ തന്നെ നമ്മൾ ആദ്യം കണ്ടെത്തും എന്ത് സംഭവിച്ചിരിക്കുന്നത്, എന്ത് വേസ്റ്റ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യം ഐഡന്റിഫൈ ചെയ്യും. അത് എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഐഡന്റിഫൈ ചെയ്യും അല്ലെ. അതെങ്ങനെ അത് കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റും അല്ലെ, അത് എന്താ പറയുക നമ്മൾ ടവൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ, മറ്റേതെങ്കിലും ഡസ്റ്റ്ബാനും എല്ലാം ഉപയോഗിക്കേണ്ടി വരുമോ അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യം ചിന്തിക്കില്ലേ. വീടുകളിലാണെങ്കിലും വേസ്റ്റുകളൊക്കെ ഇതാവുമ്പോഴേ ഉണ്ടാവോ, ചിന്തിക്കില്ലേ, പോവാ അല്ലെ. അപ്പൊ ചിലപ്പോ ഒരു പക്ഷെ കുട്ടികളാരെങ്കിലും അല്ലെ വേസ്റ്റ് അവിടെ വന്ന സാഹചര്യമായിരിക്കാം. അപ്പൊ ആദ്യം തന്നെ ചെന്ന് നോക്കേണ്ടത് എന്താണ്, എന്താ സംഭവിച്ചിരിക്കുന്നത്, ചില്ലൊക്കെയാണ് പൊട്ടിയെങ്കിൽ ഓടി ചെന്ന് പറയും അല്ലെ, ആരും അങ്ങോട്ട് അടുക്കരുത്, കുട്ടികളാണെങ്കിൽ അതൊക്കെ അവിടെ നിങ്ങളുടെ കാൽമേലൊക്കെ കയറാൻ സാധ്യതയുണ്ട്, ആ ഒരു ഇൻഫോർമേഷൻ അറിയിക്കും അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, എന്ത് വേസ്റ്റ് ആണ്, അത് തന്നെയാണ് ഹോസ്പിറ്റലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്താ പറയുന്നത്, ആ റെസ്പോൺസ് പ്ലാൻ എന്താ പ്രധാനമായിട്ട് ചെയ്യുന്നത്, ഷുഡ് പ്രിപ്പയർ എ പ്ലാൻ ഇൻ പ്ലേസ് ഫോർ റെസ്പോണ്ടിങ് ടു ലീക്കേജ് വിച്ച് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്പില്ലേജ്, ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. then evaluate the risk, അതിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അല്ലെ, ആ ഒരു വേസ്റ്റ് കൈകാര്യം ചെയ്യാനായിട്ട് എത്രത്തോളം റിസ്ക് ഉണ്ട്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ എന്നൊക്കെയുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കും. then അതിന് ക്യാരി ഔട്ട് ആക്ട് മെഷർ അല്ലെ, അത് എങ്ങനെ അത് വേസ്റ്റ് ക്ലീനപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവം ഉപയോഗിക്കാൻ പറ്റും അല്ലെ, ആക്ട് കണ്ടെയ്ൻമെന്റ് അത് എന്താണെന്നുള്ളത് മെഷർ ചെയ്യും. then and ക്ലീൻ ദ ലീക്കേജ്, അതിനുശേഷം നമ്മൾ എന്താണ് ആ ഭാഗം ക്ലീൻ ചെയ്യും. നമ്മൾ വീടുകളിൽ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ്, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആദ്യം കണ്ടെത്തും, അതെങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും, എന്ത് മതിയായിട്ടുള്ള കണ്ടെയ്ൻ എന്താണെന്നുള്ളത് കണ്ടെത്തും, മെഷർ ചെയ്യും, അതിനുശേഷം ആ ഭാഗം ക്ലീൻ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താണ് പ്രൊവൈഡ് ആപ്റ്റ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. അത് നമ്മൾക്ക് ഹോസ്പിറ്റലായിട്ട് പ്രൊവൈഡ് ചെയ്യാം അല്ലെ, അത് കൈകാര്യം ചെയ്തെടുക്കാൻ, അത് ക്ലീൻ അപ്പ് ആക്കി എടുക്കാനായിട്ടുള്ള എക്യുപ്മെന്റ്, മതിയായ ഉപകരണം അല്ലെങ്കിൽ അബ്സോർബന്റ് പാർട്സുകൾ അല്ലെ, അത് വലിച്ചെടുക്കാൻ പറ്റുന്ന പാർട്സുകളൊക്കെ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എന്താണ് നെക്സ്റ്റ് നോക്കാം. ഹോസ്പിറ്റൽസ് ഷുഡ് ഇഷ്യൂ proper equipment for spillage response such as absorbent pads, gloves, gowns and mask. In case നമുക്കറിയാം അത് എന്താണ് അത് ചിലപ്പോഴൊക്കെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെ, നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള അല്ലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള ഗ്ലൗസുകളും ഗൗണുകളും മാസ്കുകളും പ്രൊവൈഡ് ചെയ്യണം. അത് മാത്രമല്ല അത് വലിച്ചെടുക്കാൻ വേണ്ടി അല്ലെ, ക്ലീൻ ചെയ്തെടുക്കാൻ ആ ഭാഗത്തുള്ള വേസ്റ്റ് മുഴുവനും വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മതിയായ പാഡ്സുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും ഹോസ്പിറ്റലുകാർ തന്നെ മസ്റ്റ് ആയിട്ടും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. പ്രൊവൈഡ് ആക്റ്റീവ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. എന്താ പറയുന്നത്, ഹോസ്പിറ്റൽസ് ഷുഡ് ഇഷ്യൂ proper equipment for spillage response such as absorbent pads, gloves, gowns and mask. Okay ആണോ, ക്ലിയർ ആണോ?
സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. എന്താ പറയുന്നത്? ട്രെയിൻ അല്ലെ, ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ചിലപ്പോ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജുകൾ വരാം അല്ലെ. ചിലപ്പോ എന്താണ്, നമുക്ക് മെർക്കുറി സ്പില്ലേജ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സിന്റെയോ അല്ലെങ്കിൽ ബ്ലഡിന്റെയോ ഒക്കെ എന്തെങ്കിലും സ്പില്ലേജ് ആവാം, അല്ലെങ്കിൽ ഷാർപ്പ് സ്പില്ലേജ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജുകൾ ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കൃത്യമായിട്ട് ഈ ക്ലീനിങ് സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കുക. അപ്പൊ മസ്റ്റ് ആയിട്ട് നോക്കുക, ട്രെയിനിങ് സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ഓൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് should be given train on how to respond to leakage and how to use leakage response equipment. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ലീക്കേജ് വരുമ്പോൾ എങ്ങനെ നമ്മൾ അതിനോട് പ്രതികരിക്കണം, എന്ത് ഉപയോഗിച്ചിട്ടാണ്, എന്ത് എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ട്രെയിനിങ് മതിയായ രീതിയിൽ തന്നെ സ്റ്റാഫുകൾക്ക് നൽകിയിരിക്കണം. ഓക്കെ ആണോ? ട്രെയിൻ സ്റ്റാഫിന് ലീക്കേജ് റെസ്പോൺസ്. നമുക്ക് എന്താ പറയാ, ക്ലീൻ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ് എന്താണെന്ന് അറിയില്ല, അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അറ്റ് മൊമെന്റിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കില്ല അല്ലെ, അതൊക്കെ സ്പ്രെഡ് ചെയ്ത് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ട് തന്നെ ട്രെയിനിങ് സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കണം. ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കാം. ഫോർത്ത് പോയിന്റ്, യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാണ്. യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് നോക്കാം. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് refers to the process in which spillage or leakage of a liquid or other dangerous materials is kept with a blockade. അതായത് നമുക്ക് അറിയാം, ചിലപ്പോഴൊക്കെ ഇങ്ങനെ സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും ഒഴുകി പോകുന്ന സംഭവങ്ങളാണെങ്കിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്യണം അല്ലെ, അത് മറ്റുള്ള ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ആദ്യം തന്നെ എന്താണ് ഇനിഷ്യേറ്റീവ് ആയിട്ട് തന്നെ അത് മറ്റുള്ളവരത്തേക്കും പകരാതെ അല്ലെങ്കിൽ പകരാതിരിക്കാനായിട്ടുള്ള ബ്ലോക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ, വേണ്ടതല്ലേ? ഒരു നമ്മുടെ വീടുകളിൽ തന്നെ എണ്ണയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്, അത് എല്ലാവരേക്കും വ്യാപിച്ച എല്ലാവരത്തേക്കും വഴുവഴുപ്പുണ്ടാവും അല്ലെ. ഇപ്പൊ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാവരും തിങ്ങി വീഴാനൊക്കെ സാധ്യതയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ശരിയാണോ? ഹോസ്പിറ്റലാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് അല്ലെ, മറ്റൊരിടത്തേക്ക് പടരാതിരിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നോക്കാം എന്താ പറയുന്നത്. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് refers to the process in which spillage or a leakage of a liquid or other dangerous materials. കേസ് എന്തെങ്കിലും ലിക്വിഡ് ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടകരമായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കാം, അത് എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബ്ലോക്ക് ചെയ്യുക എന്നതാണ് ഇതിലെ പ്രധാനമായിട്ടും കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. That means spill containment actually stopping and preventing a spill from spreading. Okay, നമ്മളപ്പോ എന്താണ് ചിലപ്പോ നമുക്കറിയാം അല്ലെ, തീയൊക്കെ ആണെങ്കിൽ എന്താണ് ആദ്യം തന്നെ തീ പടരാതിരിക്കാൻ ശ്രദ്ധിക്കും ഉണ്ടാവില്ലേ. തീ കെടുത്തുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരത്തേക്ക് പടരാതിരിക്കാനായിട്ട് ആദ്യം തന്നെ ശ്രദ്ധിക്കും. അതാണ് അവിടെ എടുത്ത് പറയുന്നത്, മറ്റുള്ളവരത്തേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോ that means spill containment actually stopping and preventing a spill from spreading. Okay, clear ആയോ? ആണോ? ഫിഫ്ത്ത് പോയിന്റിലേക്ക് പോകാം. എന്താണ് ഡിസ്പോസ് ഓഫ്, നമുക്ക് ലാസ്റ്റ് വായിക്കാനായിട്ട് സമയം തരാം. അപ്പൊ ഫിഫ്ത്ത് പോയിന്റ് കൂടി നോക്കാം. ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ പ്രോപ്പർ മാനർ. എന്താണ് നമ്മൾ ഇത്തരത്തില് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. ഇനി ലാസ്റ്റ് വരുമ്പോഴെന്താണ് കൃത്യമായിട്ട് തന്നെ അതിന്റെ ആ വേസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും ഗ്ലൗസുകളാണെങ്കിലും അതൊക്കെ അവിടെ ഇവിടെ വലിച്ചെറിയാൻ പാടുണ്ടോ? ഉപയോഗിച്ചിരിക്കുന്ന ഇല്ല അല്ലെ, അത് കൃത്യമായിട്ട് തന്നെയുള്ള പ്ലേസുകളിൽ നിക്ഷേപിക്കണം അല്ലെ. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആൻ ആസ് പെർ റെഗുലേഷൻസ്, ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. ഹോസ്പിറ്റലിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്കറിയാം, ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ വ്യത്യസ്ത കളറിലുള്ള ബിന്നുകൾ കാണാം അല്ലെ. അപ്പൊ കൃത്യമായിട്ട് തന്നെ അതിന്റെ മുകളിൽ ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇന്ന വേസ്റ്റുകൾ ഇതിൽ നിക്ഷേപിക്കുക എന്നുള്ളത്. കാണാൻ പറ്റുന്നില്ല? സ്ക്രീൻ എന്താ? എന്താ
കാണാമെന്ന് തന്നെ പറയുന്നുണ്ട്. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. കാണാമെന്ന് തന്നെ പറയുന്നത്. എന്തെങ്കിലും ഒന്നാമത്തെ കാലാവസ്ഥ ചേഞ്ച് ആണല്ലോ, ചിലപ്പോ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. നമ്മുടെ ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്ത് നോക്കും. ലെഫ്റ്റായി കയറിയിട്ടും പറ്റുന്നില്ല. ഒരുപാട് പേരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. റേഞ്ച് ഉള്ള പ്ലേസിലൊന്ന് നോക്കും. ഒരുപാട് പേർക്കും കാണാൻ പറ്റുന്നില്ല. ഒത്തിരി പേർക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണോ? കുറേ പേർക്ക് കാണാൻ പറ്റുന്നു പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തയാവോ? പക്ഷേ കൂടെ നിങ്ങള് നെറ്റ്വർക്ക് ഇഷ്യൂ തന്നെ ആയിരിക്കും. കാരണം ഭൂരിഭാഗം പേരിലും കാണാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഇവിടുത്തെ പ്രോബ്ലം ആണെന്ന് പറയാൻ പറ്റില്ല. വോയിസ് ഓക്കെയാണ്, സ്ക്രീൻ മാത്രം കാണാൻ പറ്റാതിരിക്കുക എന്നുള്ളത് ചിലപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഒന്നുകൂടി കയറി നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ശ്രമിക്കാം. ചിലപ്പോ ആണെങ്കിൽ റേഞ്ച് കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി പ്രശ്നമായിട്ടായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, വോയിസ് ആൻഡ് വീഡിയോ ഒക്കെയാണ് തന്നെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അല്ലെ, കൃത്യമായിട്ട് തന്നെ വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ടുള്ള ബിന്നുകളിൽ തന്നെ നിക്ഷേപിക്കണം. അത് വെറുതെ നല്ല ഒരു കാര്യം കൊണ്ട് മാത്രമല്ല അവർ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസ്. അതായത് ഹോസ്പിറ്റലിന് കൃത്യമായിട്ടൊരു പ്രോട്ടോകോൾ ഉണ്ട്. തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകാര് പ്രാദേശികമായിട്ടുള്ള നിയമവ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് തന്നെയായിരിക്കും അവര് ആ പ്രോട്ടോകോള് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതായത് വേസ്റ്റുകൾ എങ്ങനെ കളക്ട് ചെയ്യണം, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള അതോറിറ്റിയുടെ മാനദണ്ഡം അനുസരിച്ചിട്ട് അവരുടെ റെഗുലേഷൻ അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഇവര് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട്. ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റിന് പ്രോപ്പർ മാനർ അല്ലെ, കൃത്യമായ മാനറിൽ തന്നെ ലീക്കേജ് വേസ്റ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്യണം. ലീക്കേജ് വേസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ ലോക്കൽ റെഗുലേഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയായിരിക്കണം വേസ്റ്റുകൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് സംഭവങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ പാടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? 5 പോയിന്റ്സ് ആണ് സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ചിലപ്പോഴൊക്കെ എന്താണ് ഇങ്ങനെ സ്റ്റെപ്സുകളുടെ ഏതൊക്കെ സ്റ്റെപ്പുകൾ പെടാം എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൽ പെടുന്ന സ്റ്റെപ്പിന് ഏതാണ് സ്റ്റെപ്സ് ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് ഹെഡിങ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി പോവുക. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാലോ? സ്പീഡ് കൂടുന്നില്ലല്ലോ? ഓരോ പോയിന്റും ഒക്കെയാണ് കണ്ടിന്യൂ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. നമ്മള് കണ്ടു അല്ലെ, പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ട്. നമ്മളതിന്റെ പോയിന്റ്സുകൾ ജസ്റ്റ് അത് മാത്രം നമ്മൾ കണ്ടേ ഉള്ളൂ. അതിന്റെ മോർ എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ് അല്ലെ, ഹോസ്പിറ്റലിൽ സംഭവിക്കാവുന്ന വേസ്റ്റുകളിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. നമുക്കറിയാം അല്ലെ, നമുക്ക് ഇൻ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്താണ് ഫ്ലൂയിഡ്സുകൾ അല്ലെ, എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഫ്ലൂയിഡ്സുകൾ അല്ലെ, ഇൻ കേസ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, വ്യക്തികളെയൊക്കെ
കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ തന്നെ അവരെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഫ്ലൂയിഡ്സും ബ്ലഡുകളൊക്കെ അല്ലെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. തിയേറ്ററിലാണെങ്കിലും എവിടെയാണെങ്കിലും അല്ലെ ഇത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡുകളൊക്കെ ചെറിയ രീതിയിലെങ്കിലും ലീക്കായിട്ട് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? ഓക്കെ, പോയിന്റിലേക്ക് പോകാം. ഓക്കെ, blood and body fluids leakage waste can cause infectious diseases and proper management is pivotal. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു ഇതിന് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ധാരാളം എന്താണ് നമുക്ക് അണുക്കൾ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ അണുബാധകളുണ്ട് ഉള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ബോഡി ഫ്ലൂയിഡ്സ് ആസ് മെനി ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ അല്ലെ. ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ തന്നെ ബോഡി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഫ്ലൂയിഡ്സുകളുണ്ട് അല്ലെ, ദ്രാവകങ്ങളുണ്ട് ശരീരത്തില്. നമുക്കറിയാം പലതരത്തിലുള്ള ദ്രാവകങ്ങളുണ്ട്. ബ്ലഡ് അല്ലാതെ തന്നെ അല്ലെ, നമുക്ക് യൂറിൻ ആയിട്ടാണെങ്കിൽ അതിന്റെ ഓരോ എക്സാമ്പിളുകൾ പറയുകയാണ്. വിച്ച് ഇൻക്ലൂഡ്സ് എന്താണ് ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലൈവ, ടിയേഴ്സ്. വെട്ടിക്കളയേണ്ട ഒരു ഭാഗമുണ്ട്. പിയേഴ്സ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞേരെ. ഓക്കെ, മിനി തന്നെയാണ്, മിനിയാണ്. ബോഡി ഫ്ലൂയിഡ്സ് ആസ് എനി ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ, അവിടെ എനി തന്നെയാണ്. മെനി ഫ്ലൂയിഡ്സുകൾ ഉണ്ട് അല്ലെ, ധാരാളം ഫ്ലൂയിഡ്സുകൾ ഉണ്ട്. ഏതൊക്കെ രീതിയിൽ ഏതാണെങ്കിലും ഒരു ശരീരദ്രവം നമ്മുടെ ശരീരത്തിലുണ്ട് അല്ലെ. എനി ഫ്ലൂയിഡ്സ് എവിടെയൊക്കെ എന്തൊക്കെ രീതിയിലുള്ള ഫ്ലൂയിഡ്സുകൾ ഉണ്ടാവാം? എന്തൊക്കെ രീതിയിലുള്ള ബ്ലഡ്, യൂറിൻ, ഫീസസ്, സലൈവ, ടിയേഴ്സ്, എന്താണ് ബ്രീസ്റ്റ് മിൽക്ക്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെമൻ, വാഗിനൽ ഫ്ലൂയിഡ്, അങ്ങനെ നീണ്ടു പോവുകയാണ്. നമുക്ക് ഓരോന്നും ജസ്റ്റ് മീൻ ചെയ്യും അല്ലെ. ആർക്കെങ്കിലും മീനിങ് കിട്ടാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്ലഡ് എന്താന്നുള്ളത് അറിയാം, യൂറിൻ എന്താന്നുള്ളത് അറിയാം, ഫീസസ് അല്ലെ. അവിടെ ടിയേഴ്സ് എന്നുള്ളതിന് അല്ലെ കൃത്യമായിട്ട് തന്നെ അത് കണ്ണുനീരാണ്. കണ്ണുനീർ അല്ലെ, നമുക്ക് കണ്ണുനീരുകൾ നമുക്കറിയാതെ ആവശ്യമുള്ള കാര്യമാണ് അല്ലെ. എന്തെങ്കിലും പൊടിപടലങ്ങളൊക്കെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നതാണ് കണ്ണുനീര് അല്ലെ. അല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ഒക്കെ വരുമ്പോഴും കണ്ണുനീര് വരും. ഇത് തന്നെ ഈ കണ്ണുനീരിന് ചിലപ്പോൾ അണുക്കൾ വരാൻ സാധ്യതകളുണ്ട് അല്ലെ. ചെങ്കണ്ണ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ കണ്ണുനീരിലൊക്കെ അണുക്കൾ വരും. ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ, ഈ ഫ്ലൂയിഡ്സിനെല്ലാം പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലെ. ഇൻഫെക്ഷൻ അല്ല, ഈ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഈ ദ്രാവകങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇതെല്ലാം ഇല്ലെങ്കിലും പ്രശ്നമാണ് അല്ലെ. പക്ഷെ ചില അസുഖങ്ങൾ വരുമ്പോൾ ഈ ദ്രാവകങ്ങളിലെല്ലാം എന്തുണ്ട്, അണുക്കൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ അണുക്കൾ സ്പ്രെഡ് ചെയ്യുമ്പോഴെന്താണ് എല്ലാവർക്കും അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുമാണ് അല്ലെ. അങ്ങനെ ഉണ്ടാവില്ലേ? ഈ ദ്രാവകങ്ങളെല്ലാം തന്നെ മനുഷ്യന് ആവശ്യമാണ് അല്ലെ. പക്ഷെ അത് ഇൻഫെക്ഷൻ ആവുന്നത് എന്താണ്? അതിൽ അണുക്കള് കടന്നു കൂടുമ്പോഴാണ് ഇൻഫെക്ഷൻ ആവുന്നത്, അണുബാധ ഉണ്ടാവുന്നത്. അതിന്റെ എന്തെങ്കിലും സ്പ്രെഡിങ് വരുമ്പോഴാണ് മറ്റുള്ളവർക്കൊക്കെ രോഗം വരാൻ സാധ്യത വരും. അപ്പൊ എന്താണ് നമ്മൾ കണ്ടുവരുന്നത്? ബ്ലഡ്, യൂറിൻ, ഫീസസ് എന്ന് പറയുമ്പോൾ നമുക്കല്ലേ മലം, സലൈവ എന്ന് പറയുമ്പോൾ എന്താണ് ഉമിനീര് അല്ലെ. ടിയേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ണുനീര്, ബ്രീസ്റ്റ് മിൽക്ക് അല്ലെ കുട്ടികൾക്കൊക്കെ നമ്മുടെ മുലപ്പാല്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. എന്താണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? തലച്ചോറിനും സുഷുമ്ന നാഡിക്കും ചുറ്റും അല്ലെ. ഒരു കളറില്ലാത്തൊരു ദ്രാവകമാണ്. അതും ശരീരത്തിന് ആവശ്യമുള്ള ദ്രാവകമാണ്. എന്തെങ്കിലും ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അണുബാധകളൊക്കെ വരുമ്പോഴാണ് അതിന്റെ ദ്രാവകങ്ങൾ പുറത്തേക്ക് വരുന്നത് അല്ലെ. ഇൻ കേസ് അതേമാതിരി അതിലൊരു ചെറിയൊരു അബ്രിവേഷൻ തന്നിട്ടുണ്ട്, CSF എന്നുള്ളത്. ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ഈ അബ്രിവേഷൻസ് എപ്പോഴും മോക്ക് ടെസ്റ്റില്. ഓക്കെ, അതെ അതെ. അപ്പൊ ചിലപ്പോ ഒക്കെ ഈ ടെസ്റ്റുകൾക്കൊക്കെ അല്ലെ മിക്കപ്പോഴും എക്സാം ബോർഡിന് മിക്കപ്പോഴും ഈ അബ്രിവേഷൻസ് ഭയങ്കര ഹരമാണ്. അതുകൊണ്ട് തന്നെ എന്ത് അബ്രിവേഷൻസ് വന്നാലും ജസ്റ്റ് നിങ്ങൾ പഠിച്ചു പോവാം. CSF എന്ന് പറയുന്നത് എന്താണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, അത് സുഷുമ്ന നാഡിയും ചുറ്റി അല്ലെ ശരീരത്തിന്റെ തലച്ചോറിലെ സുഷുമ്ന നാഡിയുടെ ഇടയ്ക്കുള്ള ദ്രാവകമാണ്. കളറില്ലാത്ത ദ്രാവകമാണ്. പറഞ്ഞോണം മെനിഞ്ചൈറ്റിസ് അല്ലെ. അതിലുള്ള ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ദ്രാവകമാണ് കളക്ട് ചെയ്യുന്നത്. ഫ്ലൂയിഡ്സ് ആണ് കളക്ട് ചെയ്യുന്നത്.
നോക്കുക സെമൻ അല്ലെ, നമ്മള് നോക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും വരുമ്പോൾ എല്ലാ വ്യക്തികളുടെ ആണെങ്കിലും ജെൻസിന്റെ ആണെങ്കിലും ലേഡീസിന്റെ ആണെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ അല്ലെ. സെമൻ എന്ന് പറയുമ്പോൾ ജെൻസിന്റെ ശുക്ലം, വാഗിനൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ലേഡീസിന്റെ യൂണിറ്റകം, അമിനോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഗ്നൻസി ടൈമിലൊക്കെ ഉണ്ടാവുന്ന ഫ്ലൂയിഡ്സ്. എന്താണ് യൂറിയൽ ഫ്ലൂയിഡ് അല്ലെ. യൂറിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ദ്രവകം എന്ന് പറയുന്നത് ശ്വാസകോശത്തില് അതിനെ ആവരണം ചെയ്യുന്ന ക്രൂരായ നിരട്ടപ്പാളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ദ്രാവകമാണത്. നമുക്കറിയാം അല്ലെ. ആ ടൈമിലൊക്കെ നമുക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ വരുമ്പോഴും എന്താണ് ഈ ഫ്ലൂയിഡ്സുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ എന്താണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ്. എന്താണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? കുതിര ആറയില് അല്ലെ ലൂബ്രിക്കന്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. നമുക്കറിയാം എന്തിന്റെ ആണെങ്കിലും സ്റ്റൊമക് ക്ലീനിങ് ഓക്കെ, എന്തിന്റെ ആണെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴാണ് ആ ഫ്ലൂയിഡ്സുകളിൽ അണുക്കൾ ഉണ്ടാകുന്നത് അല്ലെ. അല്ലാതെ ഈ ഫ്ലൂയിഡുകളെല്ലാം മനുഷ്യന്റെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്, ഓരോ ടൈമിനും ആവശ്യമാണ് അല്ലെ. പ്രഗ്നൻസി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിയുടെ ടൈമിൽ അത് ആവശ്യമാണ് അല്ലെ. എല്ലാ ഫ്ലൂയിഡ്സുകളും മനുഷ്യന് ആവശ്യമാണ്. പക്ഷെ ആ ടൈമിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത വരുന്നത് അവിടെ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കുമ്പോഴൊക്കെയാണ്. എന്താണ് അതേമാതിരി തന്നെ ബയൽ, ഡൈജസ്റ്റീവ്സ് അല്ലെ. ബയൽ എന്ന് പറയുമ്പോൾ പിത്തരസം, ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് ദഹനരസം അല്ലെ. അതേമാതിരി തന്നെ വൊമിറ്റ്, പസ് അതായത് ഛർദിക്കുക, ഇതൊക്കെ പറയുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തന്നെയാണ് അല്ലെ. അതേമാതിരി തന്നെ പസ്, പഴുപ്പുകൾ ഉണ്ടാവുക. അപ്പൊ ചെറിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ ഫ്ലൂയിഡ്സുകൾ അണുക്കൾ നിറഞ്ഞതാവുമ്പോൾ എന്താണ് ചെറിയ ലീക്ക് ഔട്ട്, ചെറിയൊരു സ്പില്ലേജ് അല്ലെങ്കിൽ ലീക്ക് ഔട്ട് എന്നൊക്കെ പറയുന്നത് അണുക്കൾ നിറഞ്ഞ കണ്ടന്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. മറ്റു വ്യക്തികൾക്കും അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിനൊക്കെ പൊല്യൂട്ടഡ് ആവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് എന്താന്നുള്ള ഐഡിയ കിട്ടിയോ? ആണ് ഏതെങ്കിലും കിട്ടാത്തതുണ്ടോ? ഇതൊന്നും അങ്ങനെ എടുത്ത് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഞാൻ പറഞ്ഞ അബ്രിവേഷൻ ഉള്ളത് എന്തായാലും നോട്ട് ചെയ്ത് പോവുക. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അല്ലെ, CSF. ഓക്കെ, എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് എന്നുള്ള കാര്യം ഓക്കെ അല്ലേ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ഇത്തരം ദ്രാവകങ്ങൾ ശരീരത്തിനുണ്ട്. അത് അണുക്കൾ നിറഞ്ഞതാവുമ്പോൾ അതിന്റെ ഒരു ചെറിയ സ്പ്രെഡ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയും. എന്താ നെക്സ്റ്റ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാം? ഇത്തരം വേസ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അല്ലെ. കളക്ട് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഡ്രസ്സിങ്ങും കാര്യങ്ങളും നടത്തുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ അസുഖങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെ. അങ്ങനെ ചെല്ലുമ്പോൾ അവര് ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ദ്രാവകങ്ങളെല്ലാം എന്താണ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യും. അപ്പൊ ചെറിയ ലീക്ക് ഔട്ട് ഉണ്ടാവാം. ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലീക്ക് ഔട്ട് ഉണ്ടാവാം. ഇൻ കേസ് എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നിട്ട് ഇത്തരത്തിലുള്ള സ്പ്രെഡിങ് ആയിട്ട് വരികയാണെങ്കിൽ അവിടെ ക്ലീനിങ് ചെയ്യുമ്പോൾ ലീക്ക് ഔട്ട് ഉണ്ടാവാം. അപ്പൊ ഇത്തരത്തിൽ ഇൻ കേസ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റുമ്പോഴും ഇത്തരത്തിലുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ ലീക്ക് ഔട്ട് ഉണ്ടാവാം അല്ലെ. അപ്പൊ പലതരത്തിലുള്ള ലീക്ക് ഔട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഫെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ഒരു സ്റ്റെപ്സുകൾ എടുക്കണേൽ നമ്മൾ കണ്ടു എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ആയിട്ട് അല്ലെ, അത് ശരീരത്തിലേക്ക് ഇൻ കേസ് റെസ്പിറേറ്ററി പ്രോബ്ലം ഇല്ലാതെ അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലുകൾ എടുത്തിട്ട് മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പൊ ഫസ്റ്റ് നോക്കാം. Person should put on the proper personal protective equipment such as gloves, gowns, and face shields before approaching the spillage to prevent contact with the liquid. Okay, ഇവിടെ personal protective equipment മാർക്ക് ചെയ്യാം. മിക്കപ്പോഴും കാണാറുള്ള ഒരു പ്രശ്നമാണ്. സ്റ്റക്ക് ആവുന്നുണ്ട്. വോയിസ് ആണോ സ്റ്റക്ക് ആവുന്നത്? നോക്കാം. കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Wear protective equipment. Personnel should put on the proper personal protective equipment. അല്ലെ, PPE എന്ന് പറയുന്നത് personal protective equipment ആണ്. എന്താണ് personal protective equipment എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഇത്തരത്തിലുള്ള വേസ്റ്റ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് പ്രിക്വേഷൻ ആയിട്ട് അല്ലെ, മുൻകരുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക്, അതായത് ക്ലീൻ ചെയ്യുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക് അണുക്കൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തൊക്കെ ധരിക്കേണ്ടതുണ്ട്? ഗ്ലൗസ് ധരിക്കേണ്ടതുണ്ട്, ഗൗൺസ് ധരിക്കേണ്ടതുണ്ട്,
ദെൻ ഫേസ് ഷീൽഡ് അല്ലെ, ഫേസിലേക്ക് ഒന്നും മണപാടില്ലാതിരിക്കാനായിട്ട് ഫേസ് ഷീൽഡ് ധരിക്കണം. ദെൻ എന്തിനു വേണ്ടിയിട്ട് ഇതെല്ലാം ധരിക്കണം എന്ന് പറയുന്നത് അവിടെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള മുൻകരുതൽ എന്ന നിലയ്ക്ക് അല്ലെ, അതാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ലിക്വിഡ്, അത്തരത്തിലുള്ള സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്ന ലിക്വിഡിന് ആയിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, ഓക്കെ മാസ്ക് ഞാൻ പറഞ്ഞില്ല, മാസ്ക് എല്ലാം ധരിക്കേണ്ടതുണ്ട് അല്ലെ. ഗൗൺസ്, ഫേസ് ഷീൽഡ് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ അത് അല്ലെ അതിലേക്ക് ബന്ധപ്പെട്ട് പോവുകയാണ്. കൃത്യമായിട്ട് ചിലതില് മാസ്ക് എന്ന് എടുത്ത് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇതുകള് ധരിച്ചിട്ട് വേണം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ വേസ്റ്റുകള് ക്ലീൻ ചെയ്യാനായിട്ട് പോകാനായിട്ടെന്നാണ് ഇവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നത്. വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ അല്ലെ സംരക്ഷണം വരുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ധരിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ക്ലീനിങ് പർപ്പസിന് മുൻകൈ എടുക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താ പറയുന്നത്. നെക്സ്റ്റ് കണ്ടെയ്ൻ ദ സ്പില്ല്. നമ്മളിപ്പോ ലീക്കേജ് കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞു അല്ലെ, ആദ്യം തന്നെ നമ്മൾ പോയി എന്താണെന്നുള്ള ലീക്കേജ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തു അല്ലെ. എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് എത്രത്തോളം എന്ത് സാധനം ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മെഷർ ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അത് തന്നെയാണ് ഇവിടെ നോക്കാം. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് സച്ച് ആസ് പേപ്പർ ടവൽസ് or absorbent pads contain the spill and stop it from spreading. അതായത് നമ്മളത് ഇത്തരത്തിലുള്ള വേസ്റ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആക്ട് കണ്ടെയ്ൻമെന്റ് അവിടെ യൂസ് ചെയ്യണം അല്ലെ. നമ്മൾ വലിച്ചെടുക്കാൻ പറ്റുന്ന എന്താണ് ടവലുകളോ പാഡുകളോ ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള ലിക്വിഡ്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ടവലുകളോ പാഡുകളോ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ എന്താണ് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള നടപടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ടു ഡിസ്പോസ് ഓഫ് ദ മെറ്റീരിയൽ put them in a bag or container marked biohazard. If there are any glass pieces present, more precautions should be taken. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അല്ലെ ഇൻ കേസ് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഈ മെറ്റീരിയൽസ് എല്ലാം അവിടെ വലിച്ചിടരുത്. കൃത്യമായിട്ട് തന്നെ ബയോഹാസാർഡ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൽ തന്നെ നിക്ഷേപിക്കണം. ക്ലിയർ ആണോ? അത് ഇമ്പോർട്ടന്റ് ആണ്. എന്ത് മാർക്ക് ചെയ്ത വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്? ഇത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം എവിടെ നിക്ഷേപിക്കണം എന്ന് പറയുന്നത് ബയോഹാസാർഡ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടെയ്നറിൽ നിക്ഷേപിക്കണം. ഓക്കെ, ഇഫ് ദർ ഈസ് എനി ഗ്ലാസ് പീസസ് പ്രസന്റ് മോർ പ്രിക്കോഷൻസ്, ഇൻ കേസ് നമുക്കറിയാം അത് ഇത്രയും കൂടി അല്ലെ പ്രിക്കോഷൻസ് കൈകാര്യം ചെയ്തിട്ട് വേണം അതിനെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ അതിനനുസൃതമായിട്ട് എന്തെങ്കിലും ഒരു ഗ്ലാസ് പീസുകളെല്ലാം അല്ലെ, ഇപ്പൊ ഇൻ കേസ് ഗ്ലാസിന്റെ ഒക്കെ ഐറ്റംസ് ആണ് പൊട്ടിയിരിക്കണമെങ്കിലൊക്കെ അല്ലെ, അപ്പൊ നമ്മള് കൃത്യമായിട്ട് തന്നെ ഇച്ചിരി കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ അതിന് മുൻകരുതൽ എന്നുള്ള രീതിയിൽ മോർ പ്രിക്കോഷൻസ് ഇഫ് ദർ ഈസ് എനി ഗ്ലാസ് പീസ് പ്രസന്റ്. അപ്പൊ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ എന്താണ് കളക്ട് ചെയ്യുന്ന അല്ലേ ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും കണ്ടെയ്നേഴ്സിലാണ് അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്താണ് ഇത് നമ്മളുടെ നിന്ന് ഈ ലിക്വിഡ്സുകൾ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ താഴെ വീണ് പൊട്ടുന്നത്. ചിലപ്പോ ഒക്കെ സംഭവിക്കാം ഇല്ലേ, ടെസ്റ്റും കാര്യങ്ങൾക്ക് വിധേയമാകുന്ന സമയത്താവാം, ചിലപ്പോ ടെസ്റ്റിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന സമയത്താവാം. അപ്പൊ അങ്ങനെ താഴെ വീണ് പൊട്ടിക്കഴിയുമ്പോൾ ഗ്ലാസ് പീസ് ഒക്കെ ഉണ്ടാവാനായിട്ടും സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മുൻകരുതൽ എന്നമായിരിക്കണം ക്ലീനിങ് നടപടികൾ എടുക്കേണ്ടത്. ആണോ? ബയോഹസാർഡ് ബിൻ ബോഡി ഫ്ലൂയിഡ്സ് ഉള്ളി അല്ലെ. ഓക്കെ, അവിടെ ബയോഹസാർഡ് ബിന്നിൽ മാത്രം ഉള്ള ലേബലിൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, അവിടെ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് എടുത്ത് പറയുന്നില്ല. നമുക്കറിയാം നിർമ്മാർജ്ജനം ചെയ്യുന്ന വേസ്റ്റ് ബിന്നില് ഹസാർഡ് ബിന്ന്, ബയോ ഹസാർഡ് ബിന്ന് അങ്ങനെയൊക്കെ സെപ്പറേഷൻ ആയിരിക്കും. അപ്പൊ അപകടകരമായ വേസ്റ്റ് അല്ലെങ്കിൽ ബയോ ഹസാർഡ് അല്ലെ ജൈവ മാലിന്യം എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും തരംതിരിക്കുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന അത്തരത്തിലുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ബയോ ഹസാർഡ് ബിന്നിലാണ് നിക്ഷേപിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് സെക്കൻഡ് പോയിന്റിൽ എടുത്ത് പറയുന്നത്. ഓക്കെ അല്ലേ?
നിങ്ങൾക്ക് ഒരു പ്രത്യേകത, അതായത് ഈ ഫസ്റ്റ് 1-2 പോയിന്റ് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ താഴേക്കൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നെയായിരിക്കും പറയുന്നത്. പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. 1-2 പോയിന്റില് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഓരോ പോയിന്റും ഇച്ചിരി ബുദ്ധിമുട്ടോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം, ഡിസിൻഫെക്റ്റന്റ് ദ ഏരിയ. നമ്മളിപ്പോ അവിടെ വേസ്റ്റുകളെല്ലാം തുടച്ചെടുത്തു. ഓക്കെ, അവിടെ അണുവിമുക്തമാക്കണം, ആ പരിസരമൊക്കെ അണുവിമുക്തമാക്കണം അല്ലെ? നമ്മള് അണുക്കളൊക്കെ അവിടെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗം അണുവിമുക്തമാക്കണം. വേണ്ടേ? വേണ്ടി വരില്ലേ? നമ്മളൊക്കെ വീട്ടിലാണെങ്കിലും ആദ്യം നമ്മൾ തുടച്ച് സാനിറ്റൈസ് അത് തന്നെ നമ്മള് അവിടെ എന്താണ് തീർച്ചയായിട്ടും അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കും. അതിനുശേഷം ഏറ്റവും എന്തെങ്കിലും അല്ലേ എന്താ പറയുക, അണുക്കളൊക്കെ നശിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ യൂസ് ചെയ്യും അല്ലെ? അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്, ഡിസിൻഫെക്ട് ദ ഏരിയ. ആ ഏരിയ നമുക്ക് അണുവിമുക്തമാക്കണം. adequate elevation of the ground positive and negative bacteria using 1% hydrochloride solution in case of a blood and body fluids samples. അതായത് നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് അല്ലെ? അതായത് 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് ഇത്തരത്തിലുള്ള ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകളെല്ലാം താഴെ വീണ് എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അണുക്കൾ അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള അണുക്കൾ, അതായത് അവരുടെ അല്ലെ ആ തരത്തിലുള്ള ബാക്ടീരിയയുടെയൊക്കെ അതിന്റെ എന്താണ് പുറന്തോട്, അത് ഇച്ചിരി കട്ടിയുള്ളതും ഉണ്ടാവാം, കട്ടി കുറഞ്ഞതുമായിട്ടുള്ളതും ഉണ്ടാവാം. അപ്പൊ 2 രീതിയിലുള്ള ബാക്ടീരിയകളെ ആണെങ്കിലും നശിപ്പിച്ച് കളയാൻ പറ്റുന്ന തരത്തിലുള്ള 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വീണിരിക്കുന്ന പരിസരമൊക്കെ അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? അതിന്റെ കണ്ടെയ്ൻമെന്റിൽ തന്നെ അതൊന്നും നിങ്ങൾ അത് എത്രത്തോളമാണെന്നും കാര്യമൊന്നും പഠിക്കേണ്ട. എനിവേ ആ ഒരു സൊല്യൂഷന്റെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം, ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ. 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള അയലുകൾ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ. വീണ്ടും പറയുന്നു, യൂസ് ആൻ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ടു ക്ലീൻ ദ അഫക്റ്റഡ് ഏരിയ കംപ്ലീറ്റ്ലി യൂസിങ് ആക്ട് സൊല്യൂഷൻ. എക്സാമ്പിൾ ക്ലോറിൻ റിലീസിങ് ഏജന്റ്. നമ്മളവിടെ ആ ഒരു ആക്ട് ലായനിയൊക്കെ ഉപയോഗിച്ച് ഡിസിൻഫെക്റ്റന്റ് നമ്മൾ അണുവിമുക്തമാക്കി അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ക്ലോറിൻ റിലീസിങ് ഏജന്റ് ആയിട്ടുള്ള ഏതെങ്കിലും സൊല്യൂഷൻ ഉപയോഗിക്കാം. നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അല്ലെ? അപ്പൊ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഹോസ്പിറ്റലുകാർ യൂസ് ചെയ്യുന്നുണ്ടാവാം. ആ പ്രോഡക്റ്റ് എന്താണോ അത് ഉപയോഗിച്ചിട്ട് അവിടെ ചിലപ്പോൾ നമുക്കറിയാം അതിൽ മണവും അല്ലെ അത്യാവശ്യം പേഷ്യൻസിനൊക്കെ വലിയ ഡിസ്റ്റർബ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും ക്ലോറിൻ റിലീസിങ് ഏജൻസ് ഉപയോഗിച്ചിട്ട് വീണ്ടും ആ ഭാഗം ക്ലീൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, ബൈ ദ മാനുഫാക്ചേഴ്സ് ഡയറക്ടീവ്സ് ഫോർ ദ പ്രോപ്പർ കൺസൾട്ടേഷൻ ആൻഡ് കോണ്ടാക്ട് ടൈം ഓഫ് ദ ഡിസിൻഫെക്റ്റന്റ്. നമുക്കറിയാം ഓരോ സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോഴും അത് ഉണ്ടാക്കിയിരിക്കുന്നവര് കൃത്യമായിട്ട് പറയല്ലേ, ഇത്ര സമയം നിങ്ങൾ അത് ഇത്രയും ഭാഗം വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുക, ഇത്ര സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ ആ സമയത്തിനുള്ളിൽ തന്നെ അവിടുത്തെ ബാക്ടീരിയകളും അണുക്കളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം തുടച്ച് വൃത്തിയാക്കാന്നൊക്കെ പറയും അല്ലെ? മാനുഫാക്ചേഴ്സ് അങ്ങനെ നിർദ്ദേശിക്കില്ലേ? ഏതൊരു സൊല്യൂഷൻ പൗഡറിന്റെയും ലിക്വിഡിന്റെ ഒക്കെ ബാക്കിലൊക്കെ മാനുഫാക്ചേഴ്സ് അത് ഉണ്ടാക്കിയിരിക്കുന്നവര് കുറച്ച് നിർദ്ദേശങ്ങൾ ഡയറക്ഷൻസ് പറയും ഇല്ലേ? ഓക്കെ, റേഷ്യോ ഉണ്ടാവും, ഇന്ന ഡയറക്ഷൻ ഉണ്ടാവും അല്ലെ? ഇത്ര സമയം നിങ്ങൾ അവിടെ യൂസ് ചെയ്യണമെന്നൊക്കെ പറയും അണുക്കളൊക്കെ നശിച്ചു പോകാനൊക്കെ അല്ലെ? ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ആദ്യം ഇത്രയും സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യാം. അതിനുശേഷം എന്താണ് റിലീസിങ് ക്ലോറിൻ റിലീസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട് അവിടേക്ക് റിലീസ് ചെയ്യാം. അവിടെ മാനുഫാക്ചേഴ്സ് നിർമ്മാതാക്കൾ എന്താണ് പറയുന്നത് അത്രയും രീതിയിൽ തന്നെ, അത്രയും കോൺസെൻട്രേഷനിൽ തന്നെ, അത്രയും അളവിൽ തന്നെ, ആ സമയത്തിന് തന്നെ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് യൂസ് ചെയ്ത് അവിടെ ക്ലീനപ്പ് ആക്കുക. ഡിസിൻഫെക്റ്റന്റ് ഏരിയ പറഞ്ഞത് മനസ്സിലായോ? ഡിസിൻഫെക്റ്റ് ഏരിയ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം.
Then the area should be made clean using water and general purpose detergent allowed to air dry. അതായത് വീണ്ടും നമ്മളിപ്പോ ചിലരുണ്ടല്ലേ പല കാര്യങ്ങളും കുറച്ച് വൃത്തിയാക്കി വെച്ചേക്കും. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അണുക്കൾ നിറഞ്ഞത് കൊണ്ട് തന്നെ പല രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്ത് പോകണം അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ആദ്യം തന്നെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് പിന്നെയും മാനുഫാക്ചേഴ്സ് പറയുന്ന ഈ ക്ലോറിൻ ലായനിയൊക്കെ ഉപയോഗിക്കുന്നു. വീണ്ടും സാധാരണ പ്യുവർ വാട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്ത് അവിടെ ഉണക്കി മറ്റുള്ളവർക്ക് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ആ ഏരിയ ക്ലീൻ ആക്കി മാറ്റുക എന്നുള്ളത് അല്ലെ. നമുക്ക് ഒറ്റയടിക്ക് ക്ലീൻ ചെയ്തിട്ട് രോഗികളെ ഒന്നും പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അവിടെ എത്രയും പെട്ടെന്ന് അത് ഉണക്കി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി തീർക്കണം. ഓക്കെ, ഇത് എന്താണ് പറയുന്നത്? Then the area should be made clean using water and general purpose detergent allowed to air dry. Okay, then താഴേക്ക് പോകുമ്പോൾ get rid of waste. എന്താ പറയുന്നത്? get rid of waste എന്നാണ്. അതായത് വേസ്റ്റ് മൊത്തം ആ വേസ്റ്റിൽ നിന്ന് മുക്തി ആയി എന്ന് ഉറപ്പ് വരുന്നത് അല്ലെ. all materials that come in touch with the blood and body fluids should be discarded as a dangerous waste in a labeled biohazard bags or containers. അവിടെ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇന്ന ബിന്നിലൊക്കെ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ചും കൂടി അല്ലെ സൊല്യൂഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി തുറക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ എന്താണ് കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യും അല്ലെ, നിർമ്മാർജ്ജനം ചെയ്യും. അപ്പൊ എല്ലാ മെറ്റീരിയൽസും കൃത്യമായിട്ട് തന്നെ അവിടെ ഉപയോഗിച്ചിട്ട് സൊല്യൂഷനിൽ ഉപയോഗിച്ചിട്ടൊക്കെ ക്ലീൻ ആക്കുന്നതോടൊപ്പം തന്നെ വേസ്റ്റുകൾ കൃത്യമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യണം. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കംസ് ഇൻ ടച്ച് വിത്ത് ദ ബോഡി ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പിൽ ഷുഡ് ബി ഡിസ്കാർഡ്. ഇൻ കേസ് ഏതെങ്കിലും ടച്ച് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട് അല്ലെ. നമ്മള് ഫ്ലോറിലൊക്കെ വീണുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസിലൊക്കെ വീണുക എന്നൊക്കെ പറയുമ്പോഴാണ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റും. ചില പേപ്പറിലോ ചില ടവലിലോ അല്ലെ എന്തെങ്കിലുമൊക്കെ ലിനനിലൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തുണി അപ്പാടെ നമുക്ക് ഉപയോഗശൂന്യമാക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ തന്നെ എന്താണ് കൃത്യമായിട്ട് തന്നെ ഡിസ്കാർഡ് ചെയ്യണം, നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണം. ഡേഞ്ചറസ് വേസ്റ്റ് ലേബിൾഡ് ബയോഹസാർഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ്. എന്ത് ലേബൽ ചെയ്തിരിക്കുന്ന ബയോഹസാർഡ് വേസ്റ്റ് ഈ പറയണമെന്ന് പറയുന്നത് കൃത്യമായിട്ട് ജൈവ മാലിന്യം എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ അത് നിക്ഷേപിക്കണം. ക്ലിയർ ആയോ? നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ഡിസ്കാർഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതേമാതിരി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും അല്ലെ കുറച്ച് ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും എന്താണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതുമേ അണുക്കള് പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ വേസ്റ്റ് ബിന്നിൽ ഇടണം. കാരണം എന്തുകൊണ്ടാണ് മറ്റുള്ള വേസ്റ്റുകളൊക്കെ കൂടി ഒന്നിച്ച് കലർന്ന് എന്തെങ്കിലും അണുക്കൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വരുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ലേബൽ ബയോഹാസാർഡ് ബാഗിന്റെ ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തന്നെ ഇത്തരം വസ്തുക്കളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യണം. ശരിയാണോ? ഗെറ്റ് റിഡ് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് മുക്തമാക്കുക അല്ലെ, വേസ്റ്റിൽ നിന്ന് മുക്തമാക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ ലാസ്റ്റ് നമുക്കറിയാം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെ ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. നമുക്കറിയാം വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ബാക്കിയെല്ലാം കഴുകി വൃത്തിയാക്കി കൈകളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ്. Then soft furnishing may be damaged by disinfectant products such as sodium hypochlorite. ചില സോഫ്റ്റ് ഫർണിഷിംഗ് മെറ്റീരിയൽസ് ഉണ്ടൊക്കെ അല്ലെ നമ്മള് സാധാരണയായിട്ട് ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ നിക്ഷേപിച്ച് കളയാം. പക്ഷെ അല്ലാതെ അല്ലെ നമുക്കല്ല എന്താണ് നമ്മുടെ താഴെയൊക്കെ ഫ്ലോറിലൊക്കെ എന്തെങ്കിലും പരവതാനികളൊക്കെ വിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫർണിച്ചറുമൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെ രീതിയിലൊക്കെ വീഴുകയാണെങ്കിൽ പെട്ടെന്ന് അത് തുടച്ചോ അല്ലെങ്കിൽ കഴുകിയോ വൃത്തിയാക്കാൻ പറ്റാത്തൊക്കെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അവിടെ ഡിസിൻഫെക്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് പോലെയുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അവിടെ ആ ഡാമേജ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കുക. Then it is suggested that polluted soft furnishing and carpet unable to endure chemical disinfection should be made clean using hot water and detergent or steam cleaned. അതായത് ചിലപ്പോഴൊക്കെ ഈ എന്തെങ്കിലും ഈ സൊല്യൂഷൻ ചെല്ലുമ്പോൾ തന്നെ അതിന്റെ റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ നല്ല മെറ്റീരിയൽസ് ഒക്കെ അതിന്റെ കളറ് പോവുകയോ കേടാവുകയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണെങ്കിൽ നമുക്കറിയാം ചൂടുള്ള അല്ലെ വെള്ളം ഉപയോഗിച്ച് അണുക്കളൊക്കെ
നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള അത്രയും ചൂടാറിയ വെള്ളം ഉപയോഗിച്ചൊക്കെ ഡിസിൻഫെക്റ്റന്റ് ആക്കാം. അതല്ലെങ്കിൽ എന്താണ് എന്തല്ലേ സ്റ്റീം നമുക്ക് ആവി കൊടുത്തുകൊണ്ട് ചെറിയ രീതിയിലൊക്കെയുള്ള അണുക്കളെയൊക്കെ നഷ്ടപ്പെടുത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഏതായാലെങ്കിലും അണുക്കൾ ഉണ്ടാവരുതെന്നുള്ള കാര്യം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഏത് സൊല്യൂഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ സൊല്യൂഷൻ ഉപയോഗിച്ച് ചെയ്യുക. അല്ലാതെ നമുക്ക് നശിപ്പിക്കാതെ എന്താണ് വേസ്റ്റ് ബിന്നിലിട്ട് കളയാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ വേസ്റ്റ് ബിന്നിലിട്ട് കളയുക. അതോടൊപ്പം തന്നെ മറ്റു രീതിയിൽ ഉള്ള ഭാഗങ്ങൾ അത് ചിലപ്പോഴെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് അണുക്കളെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. ചിലപ്പോൾ എന്താണ് സ്റ്റീം ഉപയോഗിച്ച് ആവി കൊടുത്തുകൊണ്ട് അണുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. ആ രീതികളൊക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആയോ? ആണോ? വായിച്ചു നോക്കാം. ഫസ്റ്റ് സ്പില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ കണ്ടത്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജ്. വായിച്ചു നോക്കാം. ഓക്കെ ആണോ? എവിടെയെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകളുണ്ടോ? ഹലോ, അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകളുണ്ടോ? ആരും റെസ്പോണ്ട് ഇല്ല. ക്ലിയർ ആണ്. ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? നമുക്ക് നെക്സ്റ്റ് ഭാഗം എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കപ്പോ നെക്സ്റ്റ് ഭാഗം കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫസ്റ്റ് ഇതില് പറയുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ തന്നെയായിരിക്കും ഇനിയും വരുന്ന കാര്യങ്ങളിൽ. അതായത് 1-2 പോയിന്റ്സ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. ബാക്കിയൊക്കെ സെയിം ഇതൊക്കെ തന്നെയായിരിക്കും. അല്ലെ, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അല്ലെ, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് മെർക്കുറി സ്പില്ലേജ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്? ഏതൊക്കെ അവസരങ്ങളിലാണ് മെർക്കുറി സ്പില്ലേജ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്? മെർക്കുറി ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ അല്ലെ. എന്തിനൊക്കെ വേണ്ടിയിട്ട് മെർക്കുറിയുടെ കണ്ടന്റ് വരാൻ സാധ്യതയുള്ളത്? തെർമോമീറ്ററിൽ വരാം. പിന്നെ നമുക്കറിയാം എന്തെങ്കിലും ഡയഗ്നോസിസ് അല്ലെ, നമ്മുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇത്തരത്തിലുള്ള കെമിക്കൽസ് മെർക്കുറിയുടെ അതുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകത മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എന്താണ് പറഞ്ഞു വരുന്നുണ്ട്. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയാൻ കാരണം ഈ പറഞ്ഞ ടെമ്പറേച്ചർ അല്ലെ നോക്കാനായിട്ട് നമുക്കറിയാം തെർമോമീറ്ററിനൊപ്പം തന്നെ ഒരു നിശ്ചിത തോതിലുള്ള ഒരു മെർക്കുറി അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അല്ലെ. എങ്കിൽ മാത്രമാണ് കറക്റ്റ് ടെമ്പറേച്ചർ നമുക്ക് മനസ്സിലാക്കി എഴുതാനായിട്ട് സാധിക്കും. കേസ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ വീണ് പൊട്ടുകയാണെങ്കിൽ
മെർക്കുറി സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ? അങ്ങനെയാണ് ഉണ്ടാവുന്ന സ്പില്ലേജ് വേസ്റ്റിനെയാണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. മെർക്കുറി കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ മെർക്കുറി എങ്ങനെയെങ്കിലും അപകടവശാല് അല്ലെ ഏതെങ്കിലും രീതിയിൽ ലീക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്പില്ലേജ് വേസ്റ്റ് ആണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അവിടെ അല്ലെ നമുക്കറിയാം അന്തരീക്ഷത്തിലേക്ക് അത് വ്യാപിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അത് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കും അല്ലെ. ഒരുപക്ഷെ അത് ശ്വസിക്കുന്ന വ്യക്തികൾക്കൊക്കെ റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടാവാം. നമുക്കറിയാം നമ്മുടെ ഗോൾഡ് ഒക്കെ എന്തായിട്ട് മാറും? ഉണ്ടാവൂലേ? റിയാക്ഷൻ ഉണ്ടാവൂലേ? ഗോൾഡൊക്കെ മെർക്കുറിയുമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവോ? ഗോൾഡ് അല്ലാതെ ആയി പോകും ഇല്ലേ? കേട്ടിട്ടില്ലേ രാസപ്രവർത്തനം നടത്തുമ്പോഴൊക്കെ? ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം. ഗോൾഡ് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ഭയങ്കര അല്ലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്നും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഭയങ്കര അല്ലെ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മുൻകരുതലോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്യാനായിട്ട്. ഇതാണ് മെർക്കുറി സ്പില്ലേജ് എന്നുള്ള കാര്യം മനസ്സിലായോ? ക്ലിയറായോ എന്താണ് മെർക്കുറി സ്പില്ലേജ് എന്നുള്ളത്? ഫോർ എക്സാമ്പിൾ തന്നെ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന മെർക്കുറി അത് വീണ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെർക്കുറി അവിടെ സ്പ്രെഡ് ആകുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ആ സ്പ്രെഡിൽ നിന്ന് റെസ്പിറേറ്ററി പ്രോബ്ലംസ് അവിടെയുള്ള പേഷ്യൻസിനും വർക്കേഴ്സിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഓർണമെന്റ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇൻ കേസ് അത് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് കൊണ്ട് തന്നെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? ഇതാണ് മെർക്കുറി സ്പില്ലേജ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്പില്ലേജ് വേസ്റ്റ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എന്താന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു മിസ്. Thank you, Miss.